അത് വീഴും. ഭൂമിയിലും ആകാശത്തിലുമായിട്ട് പല അത്ഭുതങ്ങളും ഉണ്ടാവും അല്ലേ? അതിലൊന്നാണ് ഉൽക്കമഴ. അതിപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഉൽക്കമഴ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കണമെന്ന് പറയുന്നത്. ചിലപ്പോൾ അത് നടന്നാലും. അങ്ങനെ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് 13-ാം തീയതി രാത്രിയായപ്പോൾ വിചാരിച്ചു ഉൽക്കമഴ കാണാൻ പോകാമെന്ന്. അത് ഒരു ക്യാമ്പിങ്ങും ആവും, കുട്ടികൾക്ക് അതൊരു എൻജോയ്മെൻ്റ് ആവും. അങ്ങനെ ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഇറങ്ങി. തൊട്ടടുത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുമ്പോൾ മലിഹ ഡെസേർട്ടാണുള്ളത്. പക്ഷെ 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റുമെന്ന്. കാരണം അവിടെ മൊത്തം വണ്ടികളുടെ ലൈറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഡാർക്കായി. എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ കുറേ ഉൽക്കകൾ കണ്ടു. പക്ഷെ ഒന്നും ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. കാരണം വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അത് മിന്നി മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ റീൽസിലും ഒന്നും കാണുന്നത് പോലെ ഭയങ്കര കളർഫുള്ളായിട്ടല്ല നമുക്ക് നേരിട്ട് കണ്ണിൽ കാണാൻ പറ്റുന്നത്. പകരം ഒരു ലൈറ്റ് പെട്ടെന്ന് ഇങ്ങനെ കത്തി എരിഞ്ഞ് സ്പീഡിൽ ഇങ്ങനെ പോകുന്നതായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതിനിടയിലാണ് ഞങ്ങളുടെ കാറ് മണ്ണിൽ പോണ്ടുപോയ കാര്യം മനസ്സിലാകുന്നത്. പിന്നെ അടുത്തുള്ള ഒരു കൂട്ടം പയ്യന്മാരോട് നമ്മൾ ഹെൽപ്പ് ചോദിച്ചു. അവർ വന്ന് നമ്മളെ സഹായിച്ചു. അങ്ങനെ അന്നേരം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ, രാവിലെ ചെയ്യാൻ വെച്ചിരിക്കുമായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ. കാരണം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. വെളുപ്പിനെ ഒരു 6 മണി 6:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. എന്തായാലും ഒരു 4 മണി വരെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുകളെയും രാവിലെ കാണാനില്ല. ഒരു ടെൻറ്റും ഇല്ല, കാർ ഒരെണ്ണം ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളുടെ ടെൻറ്റും മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം അവിടെ നിന്ന് പോയി കളഞ്ഞതെന്ന് നോക്കിയിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. കാണുമ്പോൾ നല്ല വെളിച്ചമുള്ളതായിട്ട് തോന്നുന്നെങ്കിലും 6:30 ആയിട്ടും സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാജിക്കൽ മൊമെന്റിന് സാക്ഷിയാവാൻ പറ്റി. വേറൊന്നുമല്ല, നമ്മുടെ സൂര്യോദയം. ഇപ്പം നിങ്ങൾ ഓർക്കും ഇവർക്ക് എന്താ വട്ടാണോ എപ്പോഴും ഈ സൂര്യോദയം അല്ലെങ്കിൽ അസ്തമയം ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? അതെ, ഇതിലൊക്കെ എനിക്ക് ചെറിയൊരു വട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടാണേലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ആദ്യമായിട്ട് കണ്ടൊരു ഫീലാണ് എനിക്കുള്ളത്. ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആണ്. സത്യത്തിൽ അതൊരു ഭാഗ്യമല്ലേ? നമുക്ക് ഓരോ പ്രാവശ്യം കാണുമ്പോഴും മടുക്കാതെ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അന്നത്തെ സൂര്യൻ ഒരു വല്ലാത്ത റെഡ് കളറായിരുന്നു. അതങ്ങനല്ലേ, സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യവും കാണുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാവുമ്പോൾ അതിൻ്റെ ഭംഗിക്ക് വ്യത്യാസം വരും അല്ലേ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെയാണ് അവിടെ കുറേ ഫാംസ് ഉണ്ടായിരുന്ന കാര്യവും ഞാൻ അറിയുന്നത്. ആടിൻ്റെ ഒട്ടകത്തിൻ്റെ ആയിട്ട് കുറേ ഫാംസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിറമ്പിലായിരുന്നു നമ്മൾ ടെൻ്റ് അടിച്ച് നിന്നിരുന്നതെങ്കിലും രാത്രി ഇരുട്ടത്ത് ഒരു ഫെൻസിങ് മാത്രം കണ്ടെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായതേ ഇല്ല. കാരണം ഇത്രയും ജനങ്ങൾ അവിടെ ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുകയും കൂവുകയൊക്കെ ചെയ്തിട്ടും ഒരു മൃഗങ്ങൾ പോലും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരനക്കവും കേട്ടിരുന്നില്ല. അതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല. നേരം വെളുത്തപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു ഫാം അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഫാമിൻ്റെ അടുത്തേക്ക് പോയി ഒട്ടകങ്ങളെ കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കൂട്ടം ഒട്ടകങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയി. നല്ല രസമായിരുന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് UAE ആദ്യമായിട്ടാണ് ഞാൻ വന്നിട്ട് ഒട്ടകങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഒട്ടകങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഒട്ടക ഫാമുകളുണ്ട്. അവിടെ എല്ലാം ഇതുപോലെ ഒട്ടകങ്ങളെ നോക്കാനും മേയ്ക്കാൻ കൊണ്ടുപോകാനൊക്കെ ഓരോ ആളുകളുണ്ട്. ഈ ഒട്ടകത്തിൻ്റെ കാലുകൾ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഓടിപ്പോയിരിക്കാനായിരിക്കും. ഈ ഒരു ഫെൻസിങ് കടന്ന് അപ്പുറത്തേക്കാണ് ഈ ഒട്ടകക്കൂട്ടങ്ങളെ കൊണ്ട് ആ പയ്യൻ പോകുന്നത്. ആ പോകുന്ന വഴി ഒരൊട്ടകം ഈ വലയിൽ കാല് കുടുങ്ങി. ശരിക്കും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. ഭയങ്കര വിഷമം തോന്നി, പാവം. പിന്നെ അതിനെ അവർ വലയൊക്കെ മുറിച്ച് രക്ഷപ്പെടുത്തിയെടുത്തു. അങ്ങനെ കിട്ടിയ അവസരം പാഴാക്കാതെ ഞങ്ങളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് തിരിച്ചു. ഈ വരുന്ന റോഡിൻ്റെ 2 സൈഡിലും ഡെസേർട്ടാണ്. രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ 2 സൈഡിലും ഒരുപാട് ആളുകൾ ടെൻ്റൊക്കെ കെട്ടി ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സ്ഥലം വിട്ടു. അതാണ് എനിക്ക് അത്ഭുതം. ആരുമില്ല. കാരണം ഇവിടെ ക്യാമ്പിംഗ് പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വകവയ്ക്കാതാണ് എല്ലാവരും രാത്രി ഇവിടെ വന്ന് നിന്നത്. എന്നാൽ രാവിലെ ഷാർജ പോലീസ് വന്ന് ഞങ്ങൾ ടെൻ്റ് അടിച്ചിരിക്കുന്ന കാണുകയും ചെയ്തു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവരൊന്നും ചോദിച്ചില്ല. പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് ബോർഡ് വെക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഒരു ഡെസേർട്ട് ഏരിയ അല്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അറബികളുടെ ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ ഇത് ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയും ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവിടെ ക്യാമ്പിംഗ് അലൗഡ് അല്ലെന്ന് പറയുന്നത്. എന്നാലും ഈ റോഡ് സൈഡ് ഫുള്ള് ഇന്നലെ രാത്രി നിറയെ ആളുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴി നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ലൊരു മഴ പ്രതീക്ഷിച്ച് ഞങ്ങൾ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീടെത്തും വരെ ഒരു മഴയും പെയ്തില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിറയെ വെള്ളം. അതായത് ഇവിടെ രാവിലെ നല്ല മഴ പെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്കത് മിസ്സായി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ബൈ.